വലിയ വയറും താങ്ങിപ്പിടിച്ച് ബസ്സിലെ ചവിട്ടുപടിയിൽ കയറുന്ന പെണ്ണിനെ കണ്ടക്ടർ പതിയെ കയ്യിൽ പിടിച്ചു കയറ്റി. ക്ഷീണിച്ചു തളർന്ന മുഖവും ഇടിഞ്ഞു താണ വയറും അലസമായി പാറി പറക്കുന്ന മുടിയിഴയും എന്തുകൊണ്ടോ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. പിഞ്ചിപ്പോകാറായ സാരിത്തുമ്പ് പിടിച്ച് കണ്ണും മുഖവും അമർത്തി തുടച്ചവൾ സീറ്റിലേക്ക് ചാരിയിരുന്നു. കണ്ടക്ടർ ടിക്കറ്റിന് വന്നപ്പോൾ ആശുപത്രി ജംഗ്ഷനിൽ ടിക്കറ്റ് എടുത്തു. വീണ്ടും അടഞ്ഞു പോകുന്ന കണ്ണുകളെ വലിച്ചു തുറന്ന് അവൾ പുറത്തെ കാഴ്ചകളിൽ കണ്ണു നട്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ക്ഷണിക്കാത്ത അതിഥിയെപ്പോലെ പരാതി പറഞ്ഞുകൊണ്ട് വയറുവേദനിക്കാൻ തുടങ്ങി. ചെറിയ വകഭേദങ്ങൾ വരുത്തി ആ വേദന പൂർവാധികം ശക്തി പ്രാപിക്കുമ്പോൾ തളർച്ചയോടെ ആ പെണ്ണ് ഞരങ്ങാൻ തുടങ്ങി. നേർത്ത കരച്ചിൽ ശീലകൾ അവളിൽ നിന്നും ഉണർന്നപ്പോൾ യാത്രക്കാർ അവളെ ശ്രദ്ധിച്ചു. വേദന ചുണ്ടിൽ കടിച്ചമർത്തി പുളയുന്നവളുടെ അടുത്തേക്ക് പ്രായമായ ഒരു സ്ത്രീ ചെന്നു. തല ഉരുട്ടി കരയുന്ന പെണ്ണിന്റെ നെറുകയിൽ വാത്സല്യത്തോട് തലോടി. ആ കരച്ചിലിനിടയിലും അവരുടെ സാന്ത്വനം അവൾക്ക് ആശ്വാസം പകർന്നു. അപ്പോഴാണ് കണ്ടക്ടർ അടുത്തേക്ക് വന്ന്, എന്താ അമ്മച്ചി, പ്രസവവേദനയാണോ ആ കൊച്ചിന്? മക്കളെ വണ്ടി ഹോസ്പിറ്റലിലേക്ക് വിട്ടു. കണ്ടക്ടർ ഡ്രൈവറിന് നിർദ്ദേശം കൊടുത്തതനുസരിച്ച് ബസ് ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി നീങ്ങി. ഇതിനിടയിൽ ബസ്സിലുള്ള കുറച്ച് സ്ത്രീകൾ ചേർന്ന് ആ പെൺകുട്ടിയെ പുറകിലെ സീറ്റിലേക്ക് കൊണ്ടുപോയി. അവളെ പതിയെ അവിടെ കിടത്തി. വേദന കൊണ്ട് പുളയുന്ന ആ പെൺകുട്ടിയെ നോക്കി ചിലർ പരിതപിച്ചു. മറ്റു ചിലർ അവരുടെ കൈയും കാലും ഒക്കെ പിടിച്ച് വിട്ടുകൊടുത്തു. പെൺകുട്ടിയുടെ ഞരക്കങ്ങളും മൂളലുകളും ഉച്ചത്തിലുള്ള നിലവിളികളും കലാശിച്ചു. എന്നാൽ ഇതൊന്നും അറിയാതെ ഒരു ചെറുപ്പക്കാരൻ ഇരുന്ന് സുഖ ഉറക്കത്തിലായിരുന്നു. ഹോൺ അടിച്ച് പറയുന്ന ബസ് ഇടയ്ക്ക് വെച്ച് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്തപ്പോൾ ചെറുതായി ഒന്ന് ഉളഞ്ഞു. പെട്ടെന്ന് ഉറക്കം മുറിഞ്ഞ ദേഷ്യത്തിൽ അയാൾ പിറുപിറുത്തു. വീണ്ടും ഉറങ്ങാൻ തുടങ്ങുമ്പോഴാണ് പിന്നിൽ കരച്ചിലും നിലവിളിയും ഒക്കെ കേൾക്കുന്നത്. അവിടെ 3-4 സ്ത്രീകൾ കൂടി നിൽക്കുന്നത് കണ്ടതും അയാൾ അടുത്തിരുന്ന ആളോട് വിശേഷം തിരക്കി. ബസ്സിൽ കയറിയ ഒരു സ്ത്രീക്ക് പ്രസവവേദനയാണെന്നും ഹോസ്പിറ്റൽ കുറച്ച് ദൂരെയാണ്. കണ്ടക്ടർ അയാളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പോകുന്നുമുണ്ട്. പക്ഷെ എങ്ങനെയായാലും ഒരു അരമണിക്കൂർ എടുക്കും ഇനി ഹോസ്പിറ്റലിൽ എത്തണമെങ്കിൽ. ആ ചെറുപ്പക്കാരൻ വേഗത്തിൽ ഇരിക്കുന്ന സീറ്റിൽ നിന്നും എഴുന്നേറ്റ് ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് പോയി. എടോ, താൻ എന്തായി കാണിക്കുന്നത്? അവിടെ ഒരു പെങ്കൊച്ച് പ്രസവിക്കാൻ കിടക്കുമ്പോൾ അത് കാണുന്നതിന് വേണ്ടിയാണോ ഈ വെപ്രാളം? ആ പറഞ്ഞവനെ ഒന്ന് തറപ്പിച്ച് നോക്കിയിട്ട് ചെറുപ്പക്കാരൻ പിൻവശത്തെ സീറ്റിലേക്ക് പോയി. അപ്പോഴേക്കും കണ്ടക്ടർ അയാളുടെ അടുത്തേക്ക് വന്നു. അയാൾ വേഗത്തിൽ തന്നെ സ്ത്രീകളെ വകഞ്ഞു മാറ്റി അവളുടെ അടുത്തേക്ക് ചെന്നു. സീറ്റിൽ കിടക്കുന്ന പെൺകുട്ടിയുടെ കാൽച്ചുവട്ടിൽ നോക്കുമ്പോൾ സ്ത്രീകൾ വായിൽ കൈവച്ചു. അയാൾ വേഗം തിരികെ സീറ്റിൽ വന്ന് ബാഗ് എടുത്തു. അത് തുറന്ന് ഗ്ലൗസ് പുറത്തേക്ക് എടുത്തുകൊണ്ട് കൈകൾ ധരിച്ചു. ഒരു ബോക്സുമായി തിരികെ പെൺകുട്ടിയുടെ അടുത്തേക്ക് വന്നു. അവളുടെ കാൽ കീഴിൽ മുട്ടുകുത്തിയിരുന്നു. അപ്പോഴേക്കും ആരോ ഒരു കയ്യിൽ കൊണ്ട് മറച്ചു. അയാൾ ഡോക്ടറാണ് കേട്ടോ, കണ്ടാൽ പറയില്ല. എന്തായാലും ആ കൊച്ചിന്റെ ഭാഗ്യം, അടുത്തൊന്നുമില്ല ആശുപത്രി. അതിനും കൊച്ചിനും ഇനി കുഴപ്പമൊന്നും കാണില്ല. കുറച്ചു കഴിഞ്ഞതും പെണ്ണിന്റെ നിലവിളിയൊച്ചകൾ കുറഞ്ഞു. ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. ബസ്സിലിരുന്ന ഒരു പെൺകുട്ടി അവളുടെ കോട്ടൺ ഷാൾ എടുത്തു. അയാൾ കുഞ്ഞിനെ അത് ഷോളിൽ പൊതിഞ്ഞു അമ്മയുടെ അടുത്ത് വെച്ചു കൊടുത്തു. അയാൾ തിരികെ വന്നു സീറ്റിലേക്ക് ഇരുന്നു. കണ്ണുകൾ അടച്ചു കിടന്നു. ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ കണ്ടക്ടർ ചെന്ന് പറഞ്ഞ അനുസരിച്ച് ആശുപത്രിയിലെ ജീവനക്കാർ വന്ന ആ സ്ത്രീയെയും കുഞ്ഞിനെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പിന്നാലെ തന്നെ ആ ചെറുപ്പക്കാരൻ ബാഗും എടുത്തു പോയി. കണ്ടക്ടർ തിരികെ വരുമ്പോൾ പറയുന്നത് കേട്ടു, ആ ഡോക്ടർ പുതുതായി ഇന്ന് ഹോസ്പിറ്റലിൽ ചാർജ് എടുക്കാൻ വന്നതാണെന്ന്. എന്തായാലും ആദ്യത്തെ പ്രസവം നമ്മുടെ ബസ്സിൽ വെച്ച് തന്നെയായിരുന്നു. യാത്രക്കാരെയും കൊണ്ട് ബസ് തിരികെ പോയി. അല്പനേരം കഴിഞ്ഞപ്പോഴേക്കും 1-2 കന്യാസ്ത്രീകൾ ആ പെൺകുട്ടിയുടെ അരികിലേക്ക് വന്നു. അനാഥാലയത്തിലെ അഗതിയാണ് ആ പെൺകുട്ടി. ആരൊക്കെയോ ചേർന്ന് ആ കൊച്ചിനെ ഉപദ്രവിച്ചതായിരുന്നു. പോലീസ് സ്റ്റേഷനിലാണ്. അഗതി മന്ദിരത്തിലേക്ക് കൊണ്ടുവന്നാക്കിയതാണ്. ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. വീട്ടുകാർക്ക് ഏറ്റെടുക്കാൻ താല്പര്യമില്ല. ഒരു പാവം കൊച്ചാണ്. ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു. കോളേജിൽ നിന്നും വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ആരൊക്കെയോ ചേർന്ന് പിടിച്ചുകൊണ്ടുപോയി ഉപദ്രവിച്ച് റോഡ് അരികിൽ ഉപേക്ഷിക്കുകയായിരുന്നു. പോലീസും കേസും ആയപ്പോൾ വീട്ടുകാർക്കും നാട്ടുകാർക്കും നാണക്കേടാണെന്ന് പറഞ്ഞാണ് ആ കുട്ടി ഉപേക്ഷിച്ചത്. ഈ ഒരു കുഞ്ഞിനെ കൂടി വളർത്തി അവളുടെ ജീവിതം നശിപ്പിക്കേണ്ട എന്ന് കരുതി ഞങ്ങളാണ് പറഞ്ഞത് കുഞ്ഞിനെ മക്കളില്ലാത്ത ആർക്കെങ്കിലും ദത്ത് കൊടുക്കാമെന്ന്. അത് പറഞ്ഞതിൻ്റെ അന്നാണ് അവൾ അവിടെ നിന്നും ഇറങ്ങിയത്. വീട്ടുകാരും നാട്ടുകാരും ഉപേക്ഷിച്ച് അവളെ ഞങ്ങളുടെ കൈകളിൽ എത്തുമ്പോൾ ഒരു മാനസിക രോഗിയെ പോലെ ആയിരുന്നു. ഒരുപാട് ചികിത്സകൾക്ക് ശേഷമാണ് അവൾ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വന്നത്. എപ്പോൾ വേണമെങ്കിലും താളം തെറ്റാവുന്ന ഒരു മനസ്സുമായിട്ടാണ് അവൾ ജീവിക്കുന്നത്. അപ്പോൾ അവർക്കിടയിലേക്ക് ഈ കുഞ്ഞിനെ കൂടി കൊടുക്കുന്നത് അതിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും. മക്കളില്ലാത്ത ആരുടെയെങ്കിലും കൈകളിൽ ആ കൊച്ചിൻ്റെ ജീവിതം സുരക്ഷിതമായിരിക്കുമെന്ന് മാത്രമേ ഞങ്ങൾ കരുതിയുള്ളൂ. ഇനിയും അവൾക്കത് താല്പര്യമില്ലെങ്കിൽ അവളുടെ ഒപ്പം തന്നെ കുഞ്ഞിനെയും ഞങ്ങൾ നോക്കിക്കോളാം. ഡിസ്ചാർജ് വാങ്ങി പോകാൻ നേരം അവൾ ആ ഡോക്ടറെ കണ്ട് നന്ദി പറയാൻ മറന്നില്ല. ഡോക്ടർ അവളെ അടുത്തേക്ക് വിളിച്ചു. ഇവിടെ ഇരിക്കൂ. അനുസരണയുള്ളൊരു കുട്ടിയെപ്പോലെ അവൾ ഡോക്ടർ കാണിച്ച കസേരയിലിരുന്നു. എനിക്കും ഈ പ്രായത്തിലുള്ളൊരു സഹോദരിയുണ്ട്. ഞാൻ തന്നോടിത് പറയാൻ കാരണം താൻ പഠിച്ചൊരു പെൺകുട്ടിയാണ്. തനിക്കെതിരെ നടന്നത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ താൻ അതിൻ്റെ പേരിൽ ഒരിക്കലും ജീവിതത്തിൽ നിന്നും ഒളിച്ചോടരുത്. തൻ്റെ അവസ്ഥ തൻ്റെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞിന് വരാതിരിക്കണമെങ്കിൽ താൻ സിസ്റ്റർമാർ പറയുന്നത് കേൾക്കണം. താൻ പഠിത്തം വീണ്ടും പൂർത്തിയാക്കണം. ഒരു ജോലി നേടിയെടുക്കണം. ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കണമെന്ന് ഞാനൊരിക്കലും പറയില്ല. തൻ്റെ കൂടെ നിർത്തി വളർത്തണമെങ്കിലും പഠിപ്പിക്കണമെങ്കിലും അതിനനുസരിച്ചുള്ള സാമ്പത്തിക സ്ഥിതി തനിക്കുണ്ടാകണം.
അതിനുവേണ്ടി കുറച്ചുനാൾ ഈ കുഞ്ഞിനെ താൻ അമ്മമാരുടെ അനാഥാലയത്തിലാക്കണം. താൻ മുടങ്ങിപ്പോയ പഠിത്തം വീണ്ടും നേടിയെടുത്ത് ഒരു ജോലി സമ്പാദിക്കണം. ഈ സമൂഹത്തിന് മുൻപിൽ തല ഉയർത്തി നിന്നുകൊണ്ട് തന്നെ ഈ കുഞ്ഞിനെ പഠിപ്പിച്ചു വളർത്തണം. അല്ലാതെ മനോനില തെറ്റി താൻ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് തിരികെ പോകരുത്. ഒരു ഡോക്ടർ എന്ന രീതിയിലും ഒരു സഹോദരൻ എന്ന രീതിയിലും എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ തന്നോട് പറഞ്ഞത്. അവൾ നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകളുമായി അയാളെ നോക്കി. തനിക്ക് താല്പര്യമുണ്ടെങ്കിൽ പഠിക്കുവാൻ വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തരാം. വലിയ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പണം തിരിച്ചു തന്നാൽ മതി. തൻ്റെ കയ്യിലിരുന്ന കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ പുഞ്ചിരിക്കുന്ന മുഖം കണ്ടപ്പോൾ അവൾക്ക് വേണ്ടി ജീവിക്കണമെന്ന് തോന്നി. ഡോക്ടർ പറഞ്ഞാൽ ഞാൻ അനുസരിക്കാം. കുഞ്ഞിനെ അമ്മമാരുടെ മഠത്തിലാക്കി ഞാൻ പഠിക്കാൻ പോകാം. പക്ഷേ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല. എന്നെ തള്ളി പറഞ്ഞവരുടെയും നാട്ടുകാരുടെയും മുന്നിൽ എനിക്ക് ജീവിച്ചു കാണിക്കണം. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് അവൾ തന്നെ ലക്ഷ്യം നേടുന്നതിൻ്റെ ശ്രമത്തിലായിരുന്നു. ഇന്ന് അവൾ അറിയപ്പെടുന്ന വക്കീലാണ്. സമൂഹത്തിലെ അനീതിക്കും തിന്മയ്ക്കുമെതിരെ പോരാടുന്ന, സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു വക്കീൽ. അവളുടെ ജീവിതം തന്നെയാണ് അവൾ മറ്റുള്ളവരുടെ മുന്നിലേക്ക് നൽകുന്ന മാതൃക. അതുതന്നെയാണ് അവളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്